ഹായ് ഓൾ. അപ്പം ഇന്നൊരു വ്യത്യസ്തമായ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അൺബോക്സ് ചെയ്യുന്ന വ്യക്തി ദേങ്ങേരാണ്. അൺബോക്സ് ചെയ്ത സാധനം ഈ കിടക്കുന്ന സാധനമാണ്. ഇതാണ് ബ്രാലി. നിങ്ങളവിടെ എന്താണെന്ന് കമൻറ്റ് ചെയ്യും. ഇത് മീമിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മീമീനെ കിണറ്റിൽ ഇടാൻ പോവുകയാണ്. ഓൾറെഡി കിണറ്റിൽ ഒരു ബ്രാലി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൂട്ടായിട്ട് ഇങ്ങേരും കൂടി കിടക്കട്ടെ അല്ലേ. ഇപ്പം നമ്മുടെ നല്ല മഴയാണ്, ചാലൊക്കെ നിറഞ്ഞൊഴുകി. അപ്പോൾ ആ ഒഴുക്കിൽ വന്നതാണ് ഈ ബ്രാലി. അപ്പോൾ അത് അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങേരെയും പിടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞങ്ങൾ വേഗം ഇത് കൊണ്ടുപോയി ഇടട്ടെ. വെള്ളമൊക്കെയാണ്, ഇതാണ് ഞങ്ങളുടെ കിണറ്റ് വര. അപ്പം ഇവിടെ കിണറ്റിൽ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഒന്ന് എത്തി നോക്കി ആളുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയപ്പോൾ ആളുടെ ഒരു പൊടി പോലും കാണാനില്ല. അവസാനം ഞങ്ങളിത് ഇടാൻ വേണ്ടി സെറ്റായി. ഏട്ടൻ എടുത്തിട്ട് ഇപ്പോൾ ഏട്ടൻ ഇതാ ഒരു ജെൻഡർ റിവീൽ നടത്താനുള്ള ശ്രമത്തിലാണ്. ആൾ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ആൾ പറയുന്നത് 2 കുത്തുണ്ട്, ആ 2 കുത്തുള്ളതുകൊണ്ട് ഇത് ഫീമെയിലാണ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ സുന്ദരി. അപ്പോൾ ഇവിടെ തന്നെ ഇടാൻ പോവാണ് കിണറ്റിലേക്ക്. ഓൾറെഡി ഇവിടെ നമ്മളൊരു വേന്ദ്രൻ ഉണ്ടായിരുന്നു. വേന്ദ്രന്റെ കൂട്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫീമെയിലിനെ കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് കരിനെ റിലീസ് ചെയ്യാൻ പോകും. നിനക്ക് വേണോ? വേണ്ടേ? വേണ്ട ഞാൻ ഇട്ടോളൂ. അപ്പൊ ഇവിടെ സെറ്റപ്പ് ആയിക്കോളട്ടാ. ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഇവര് സെറ്റ് ആവില്ല എന്ന്. ദേ നിൽക്കുന്ന 2 പേരും. അങ്ങനെ നമ്മള് അവരെ കിട്ടിയിരിക്കുകയാണ്. നല്ലപോലെ സെറ്റ് ആയിക്കോളട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോ അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ ഇട്ട് ഞങ്ങളുടെ തവളേനെ പിടിക്കാൻ പോകും. തവളെ പിടിച്ചിട്ട് നമുക്ക് അവർക്ക് ഫുഡായിട്ട് കൊടുക്കാം. മോൺസ്റ്റർ ഫിഷ് വരെ നമുക്ക് വളർത്താം. ചേർമീൻ മോൺസ്റ്റർ, നാടൻ മോൺസ്റ്റർ സെറ്റപ്പ്. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പയ്യെ അങ്ങോട്ട് പോന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് ചെറിയൊരു പോണ്ട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് കാർപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മീനിന് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇനി ഒരാലായി, അവരേനെ ഇപ്പോൾ ഇനി ഫുഡ് കൊടുക്കണം. തവളേനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഇത്രയുള്ളൂ ശുഭം.